ഇത് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലീശ്വരി ക്ഷേത്രം. നിമിത്തമായ സത്യസന്ധമായ വെളിപ്പെടുത്തലുകൾക്ക് എന്നും ശക്തി കൂടുതലായിരിക്കും. ഇവിടെ ഭക്തരെ വിശ്വാസത്തിൻ്റെ പരകോടിയിലേക്ക് ആവാഹിച്ചത് ഈ ഒരു തുറന്നു പറച്ചിലാണ്. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPSന്റെ അനുഭവ വാക്കുകൾ. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനൊരു പ്രത്യേകത, ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റാച്യു ഒരു പഞ്ചലോക വിഗ്രഹമാണ്. ആ പഞ്ചലോക വിഗ്രഹത്തിന് ഒരു 1.5 കോടി രൂപ വില വരും. പക്ഷെ അവിടെ ഗാർഡുകളൊന്നുമില്ല. ഈ ക്ഷേത്രം അസാധ്യ കാര്യങ്ങളുടെ ഒരു ക്ഷേത്രമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം. അത് ചില സമയത്തെങ്കിലും വളരെ ശരിയാണ് എന്ന് എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. രാവിലെ 5:30 മണിക്ക് നട തുറക്കണം. പിന്നെ 6:15 അഭിഷേക പൂജ. പിന്നെ 8-8:30 ഉഷാ പൂജ. 10:30-12 മണിക്ക് ഉഷാ പൂജ. പിന്നെ വൈകുന്നേരം 6:30 മണിക്ക് ദീപാരാധന. 7:30 മണിക്ക് 7:15 അർത്താള പൂജ. അവിടെ ഒരു ഗാർഡ് ഇടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരും അമ്പലാധികാരികളും അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തലശ്ശേരി ASP ആയിരിക്കുമ്പോൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാലക്കാട് റോഡിലെ ഒരു റോഡ് സൈഡിൽ ഈ 65 ലക്ഷം രൂപയായിട്ടുള്ള വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. ഇത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് തിരിച്ചവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്ന് കള്ളന്മാർ ഒരു നോട്ട് എഴുതി റോഡ് സൈഡിൽ വെച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പോലീസ് അവിടെ പോയി ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അറിഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കാര്യം നടന്നിരിക്കും. അത് നമുക്ക് അനുഭവം കൂടിയാണ്. പൊതുവെ ശാന്തസ്വരൂപിയായ ദേവി 3 ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. രാവിലെ സരസ്വതിയായി, ഉച്ചയ്ക്ക് ലക്ഷ്മിയായും, വൈകുന്നേരം കാളിയായിട്ടാണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ കണ്ണൂർ SP ആയി വന്നപ്പോൾ വീണ്ടും ഈ വിഗ്രഹം മോഷണം പോയി. പക്ഷെ ഇത്തവണ ഒരു 300 മീറ്റർ വരെ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ വിഗ്രഹം വെച്ചു. ഈ മോഷണം നടക്കുന്ന 2 സമയത്തും കള്ളന്മാരെ മലമൂത്ര വിസർജനം ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിഗ്രഹം മോഷണം പോയി. രാവിലെ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ 300 വാര അകലെ നിന്ന വിഗ്രഹം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. 3ാമത് ഞാൻ DIG ആയി വന്നപ്പോൾ വീണ്ടും വിഗ്രഹം മോഷണം പോയി. ഇത്തവണ വിഗ്രഹം വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വരെ കൊണ്ടുപോയി, ഒരു ലോഡ്ജ് വരെ കൊണ്ടുപോയി. എന്നിട്ട് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വിഗ്രഹം മോഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു, ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഞങ്ങൾ സ്ഥലം വിടുകയാണ്, തിരിച്ചത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോലീസ് പോയി വയനാട്ടിൽ നിന്ന് വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ 3 തവണയും മോഷ്ടിച്ച ഗാങ്ങിനെ കുറച്ചു കാലം കഴിഞ്ഞ് പോലീസിന് പിടികിട്ടിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു. ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ലക്ഷണം, ഈ ദിക്കുകളെ പറ്റിയുള്ള അറിവ് നഷ്ടപ്പെടും. വടക്കേതാണ്, തെക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവർ ഈ ദിക്കറിയാതെ ഇവർ കുഴങ്ങി പോവാണ്. തന്നെയുമല്ല, അവരുടെ ബവൽസിന്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടുകയാണ്. മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്പിഞ്ചസിന്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവരറിയാതെ മലമൂത്രവും പുറത്തു പോകും. അങ്ങനെയാണ് ഇവർക്ക് 3 കൊണ്ടുപോകാൻ ഒക്കാതെ ആയത് എന്നാണ്. അപ്പൊ ഈ ഭഗവതിയുടെ കൺട്രോള്, ശക്തി വളരെ ഭയങ്കരമായ ശക്തിയാണ്. അപ്പൊ ഞാൻ എന്റെ പൂജാരിമാരോട് ചോദിച്ചു, എന്താണ് ഈ ശക്തിയുടെ ഉറവിടം എന്ന്. അവർ പറഞ്ഞു, ഇതിനെ പ്രതിഷ്ഠിക്കുന്ന കർമ്മം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ പ്രതിഷ്ഠിക്കുന്ന കർമ്മത്തെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. കാലമേരാകിലും കാപ്പവൾ നീ, മാലതുമെല്ലാം തീർപ്പവൾ നീ.
72 തരത്തിലുള്ള പൂജകൾ ചെയ്ത് 7 ദിവസത്തൊരു പ്രക്രിയയിലാണ് ഈ വിഗ്രഹം അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്. ആ വിഗ്രഹം പ്ലേസ് ചെയ്യുന്ന 7 ദിവസത്തെ പൂജയുടെ പ്രത്യേകത കൊണ്ടാണ് അതിന്റെ പവർ ഈ ഒരു മോഷ്ടാവിനും കൊണ്ടുപോകാനൊക്കാതെ ആയത് എന്നാണ് ആ പൂജാരിമാരുടെ അഭിപ്രായം. ഇമ്പോസിബിളായ കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്ക് ആ ഇമ്പോസിബിളായ കാര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രം. പരശുരാമ പ്രതിഷ്ഠിതമായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കാലപ്പഴക്കത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട വിഷയമില്ല. കാരണം പരശുരാമൻ്റെ പ്രതിഷ്ഠിതമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ മൃദംഗശൈലേശ്വരി എന്ന പേര് വരാൻ കാരണം മൃദംഗത്തിൻ്റെ ധ്വനികളാൽ എപ്പോഴും മുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ദേവാലയമായതുകൊണ്ടാണ് ഇതിന് മൃദംഗശൈലേശ്വരി എന്ന് പേര് വന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. കാരണം ഈ ക്ഷേത്രം കോട്ടയം രാജവംശം, മലബാർ കോട്ടയം രാജവംശത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ്. കോട്ടയം തമ്പുരാനാണ് കഥകളി രചിച്ചത്, അല്ലെങ്കിൽ കഥകളിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണെന്ന് പറയാം. ഈ കഥകളി ഇവിടുത്തെ ദേവിയുടെ ധ്യാന ശ്ലോകമാണ് ഇന്നും കഥകളിയിൽ വന്ദന ശ്ലോകമായിട്ട് ഏത് നാട്യസംഘക്കാരെ ചെയ്യുമ്പോഴും ചെയ്യുന്നത്. അത് ഇവിടെ നിന്നാണ് ആ കഥകളി രൂപം കൊണ്ടത് തന്നെ. 4 ആട്ടക്കഥകൾ അദ്ദേഹം ഇവിടെ നിന്ന് രചിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഥകളിയിലെ ഈ വേഷവിധാനത്തെ എങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് കഥകളിയിലെ സ്ത്രീ വേഷം ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇവിടെ ദേവിയെ ധ്യാനിച്ചിരിക്കുകയും അദ്ദേഹം ഒരു പ്രാവശ്യം കുളക്കടവിൽ കുളിക്കാൻ പോയ സമയത്ത് ഈ കഥകളിയിലെ സ്ത്രീ വേഷം ആ കുളക്കടവിൽ ദേവി പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. അതിൻ്റെ ഫലമായിട്ട് ഇന്നും കഥകളിയിലെ സ്ത്രീ വേഷത്തിന് ഒരു മാറ്റവും വരുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കഥകളിക്ക് ജന്മം കൊടുത്തിരിക്കുന്ന ഈ ക്ഷേത്രം കലക്ക് അത്രയും പ്രാധാന്യമുള്ളതാണ്. എനിക്കറിയാം, നമുക്ക് അടുത്ത കാലത്ത് ദക്ഷിണാമൂർത്തി സ്വാമികൾ പോലും ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്ക് മൃദംഗത്തിൽ അരങ്ങേറ്റം കൊടുത്തത്. നമുക്കറിയാം, വീരപഴശ്ശിയുടെ ഒരു പരദേവത, അദ്ദേഹം ആരാധിച്ചിരുന്ന ദേവതയാണ് ഇവിടുത്തെ ദുർഗയെ. അദ്ദേഹം യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ ദേവതയെ ഒരു പ്രത്യേക ഭാവത്തിൽ, എന്നുവെച്ചാൽ ശ്രീപോർക്കലി ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ, ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നത്. അവിടെ ഒരു പ്രത്യേക ഗുഹാക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ശ്രീപോർക്കലി ഭാവത്തിൽ ഈ ദേവിയെ ആരാധിച്ച് വേണ്ട തർപ്പണങ്ങളൊക്കെ നടത്തിയിട്ടാണ് യുദ്ധത്തിന് പോകാറുള്ളത്. അപ്പോൾ പഴശ്ശിയുടേതായ ഒരു ആരാധ്യ ദേവതയും കൂടിയാണ് ഇവിടുത്തെ ദേവത. അമ്മയുടെ ഒരു നിമിത്തം എന്നുള്ള നിലയിൽ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ്, മുൻ DJP, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് പുറത്തേക്ക് വരികയും അമ്മയുടെ ആ ഒരു സ്വർണ്ണ പ്രശ്നത്തിൽ അന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഇപ്പം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്നു.